blessings. രാവിലെ വായിച്ച സങ്കീർത്തനത്തിന്റെ സമയലാഭത്തിലുള്ള ചില വാക്യങ്ങൾ നമ്മൾ വായിച്ചുള്ളല്ലോ. ആ വാക്യത്തിന്റെ അതിന്റെ പത്താമത്തെ വാക്യം 9, 10, 11 വാക്യങ്ങൾ. ദൈവമേ, നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു. വെള്ളി ഊതി കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതി കഴിച്ചിരിക്കുന്നു. നീ ഞങ്ങളെ വലയിലകപ്പെടുത്തി ഞങ്ങളുടെ മുതുകത്ത് ഒരു വലിയ ഭാരം വെച്ചിരിക്കുന്നു. Oh God, you have proved us and you have tried us as a silver stride. Thou wore us into the net and laid an affliction upon our loins. ഏതൊരു കാലത്തും ഏതൊരു ദൈവമക്കൾക്കും ദൈവവചനമാണ് ആശ്വാസം തരുന്നത്. In each time for children of God, the word of God is our comfort. ഒരു ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയിരിക്കുന്ന കർത്താവിനെ അനുഗമിക്കുന്ന ഒരു ഭക്തന്റെ കാര്യമാണ് പറഞ്ഞത്. നീ ഞങ്ങളെ വലയിലകപ്പെടുത്തി. What we read here is that children of God, he is following God and he is saying that I'm in a net. വലയിലകപ്പെടുത്തിയത് മാത്രമല്ല, ഒരു വലിയ ഭാരം മുതുകത്ത് വെച്ചിരിക്കുന്നു. Not only he is captured in a net and there is a burden in his shoulder. ഒട്ടും എഴുന്നേൽക്കാൻ വയ്യാത്ത ഒരു അവസ്ഥയിലാണ് ഇവനായിരിക്കുന്നത്. He is in a situation that he cannot even walk. എന്നിട്ട് പറയുകയാണ്, നീ വെള്ളി ഊതി കഴിക്കും പോലെ ഞങ്ങളെ ഊതി കഴിച്ചിരിക്കുന്നു. And he said that you tried as a silver stride. വെള്ളി ഊതി കഴിക്കുന്ന ആ തട്ടാനെന്നാണ് വിളിക്കുന്നത്. അവന് ആ സ്മിത്തിന്, ബ്ലാക്ക് സ്മിത്തിന്, ലോക്ക് സ്മിത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ഒരു നല്ല വെള്ളി അതിനകത്ത് കിട്ടണം. I say goldsmith, when he tried to purify the silver, he has a desire that he want to get a pure silver out of that. മലാക്കി പ്രവചനം 3-ാം അധ്യായത്തിൽ ദൈവം തന്നോട് സംസാരിക്കുന്നുണ്ട്. ആ വാക്യത്തിൽ 3-ാം അധ്യായം, I believe verse 2. In Malachi chapter 3 verse 2. അവൻ ഊതി കഴിക്കുന്ന തീ പോലെയും അലക്കുന്നവരെ ചാരവെള്ളം പോലെ ഇരിക്കും. ഇറ്റ്സ് എ പ്യൂരിഫിക്കേഷൻ, ശുദ്ധീകരിക്കുന്ന ഒരു ലോക്സ്മിത്ത്. He's a man who is refined with the fire. വെള്ളി ഊതി കഴിക്കുന്നത് പോലെ ഊതി കഴിക്കപ്പെടുന്നവൻ വലയിലാണ്. The person who tried as a silver, he's in the net now. വലയിൽ കിടന്നുകൊണ്ട് ഊതി കഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. And he's tried there, he's in the net and he's tried as a silver. അത് മാത്രമല്ല, Not only that, അവന്റെ മുതുകത്ത് വലിയൊരു ഭാരം വെച്ചിരിക്കുന്നു. there's a big burden on his shoulder. Praise the Lord. അതും കൊണ്ടുപോരാഞ്ഞിട്ട് Not only that, അവന്റെ തലയിൽ കൂടെ ഇപ്പൊ മനുഷ്യൻ നടക്കുന്നത്. the people are walking on his head now. തലയിൽ പക്ഷികൂട് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. We heard that sometimes the birds should not make a nest on our head. പക്ഷെ തലയിൽ കൂടെ മനുഷ്യനെ കടക്കുമാറാക്കി. the people are walking over his head now. പക്ഷെ അവിടെയും ഭക്തന്റെ ആശ കൈവിട്ടില്ല. In that time also the servant of God, ഈ അനുഭവത്തിൽ കൂടെ കടന്നുപോയ ഭക്തനാണ് ആ സംഗീതം വായിക്കുന്നത്. സകല ഭക്തന്മാരുമായുള്ളവരെ ദൈവത്തെ സ്തുതിക്കുകയും at the beginning of the psalm we read that all children of God praise his name. ദൈവത്തെ വെറുതെ സ്തുതിക്കുകയല്ല, ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുകയും. Not just praise him, you have to shout and praise his name. Praise the Lord. ഇതിന്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. സർവ്വഭൂമിയെ നമസ്കരിച്ച് പാടും. അവന്റെ നാമത്തിന് കീർത്തനം പാടും. അതിന്റെ 8-ാമത്തെ verse 8. വംശങ്ങളെ നമ്മുടെ ദൈവത്തെ വാഴ്ത്തുവിൻ. വാഴ്ത്തുവിൻ. അവന്റെ സ്തുതി ഉച്ചത്തിൽ കേൾപ്പിക്കുവിൻ. ആമേൻ. ദൈവം പറയുകയാണ്, The word of God says, അവന്റെ സ്തുതി ഉച്ചത്തിൽ കേൾപ്പിക്കുവിൻ. make his praise in a loud voice. ഹല്ലേലൂയ. ദൈവത്തിന് ചെറിയ കമ്മി എന്നിട്ടല്ല, Some because God couldn't hear, ദൈവം പ്രായത്തിട്ടല്ല. some because God is very old. Praise the Lord. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതൽ. The person who worship the God. അവൻ കടന്നു പോകുന്ന അവസ്ഥകൾ ഏതായാലും The situation, whatever is he going through, അതിന്റെ മധ്യത്തിൽ വിടുവിക്കുന്ന ഒരു ദൈവത്തെ അവൻ കാണുന്നു. in the midst of everything, he's seeing a God who can പ്രശ്നങ്ങളെയല്ല അവൻ കാണുന്നത്, He's not only seeing the trouble, വിടുവിക്കുന്ന ദൈവത്തെ കാണുന്നു. he's seeing the God who can ഉറങ്ങുന്ന deliver. ദൈവത്തെ അല്ല കാണുന്നത്, He's seeing a God who is sleeping. പ്രവർത്തിക്കുന്ന ദൈവത്തെ കാണുന്നു. God who is doing work. പ്രശ്നങ്ങളെ കണ്ടുകൊണ്ട് ഭയപ്പെടുകയല്ല, Not be terrified with the problems. പ്രവർത്തിക്കുന്ന ദൈവത്തെ കണ്ടുകൊണ്ട് സ്തോത്രം We ചെയ്യുന്നു. have to praise God, the God who can do miracles. അതുകൊണ്ടാണ് 12-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, That's what we read in നീ Bible ഞങ്ങളെ verse 12. മനുഷ്യന്റെ തലമേ കയറി ഓടിക്കുമാറാക്കിയെങ്കിലും തീരും വെള്ളത്തിൽ കൂടി കടക്കേണ്ടി വന്നു, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. Even though we have to walk through the fire, you bring us into the wealthy place. Praise the Lord.
praise God. Amen. Hallelujah. വളരെ പ്രയാസമുള്ള കാര്യമാണ്. It is so hard for us. ഉദരത്ത് ഭാരം ഇരിക്കുമ്പോൾ ഉച്ചത്തിൽ സ്തോത്രം ചെയ്യാൻ It പ്രയാസമാണ്. is so hard to praise God when you have a burden in your soul. വഴിയിൽ കിടക്കുമ്പോൾ സ്തോത്രം ചെയ്യാൻ When പ്രയാസമാണ്. you are under the net, it's hard to praise വഴിയിൽ Him. കൂടെ മനുഷ്യർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം ചെയ്യാൻ As പ്രയാസമാണ്. people pass to walk over, it's so hard to praise എന്നാൽ God. വിടുവിക്കുന്ന ദൈവത്തെ കണ്ടുകൊണ്ട്, When you see the God who can deliver us, ശക്തനായ ദൈവത്തെ കണ്ടുകൊണ്ട്, when you see the God who is ഇതിനെല്ലാം mighty, ഭരിക്കുന്ന നിയന്ത്രിക്കുന്ന ദൈവത്തെ the കണ്ടുകൊണ്ട്, God who is ruling over everything, വെറുതെ സ്തോത്രം ചെയ്യല്ല, not just praising Him, ഇതിന് പരിഹാരം കണ്ടിട്ട് സ്തോത്രം ചെയ്യാമെന്ന് പറയല്ല. not just seeing a solution for ഉച്ചത്തിൽ that. ദൈവത്തെ സ്തുതിക്കുവിൻ. We praise Him with a loud voice. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. ഗോലിയാത്തിനെ കണ്ടുകൊണ്ട് ദാവീദ് ഭയപ്പെടുകയില്ല. David never get afraid of Goliath. ഗോലിയാത്തിനെ കണ്ടുകൊണ്ട് ദാവീദ് ദൈവത്തെ അവൻ കാണുകയാണ്. When he saw the Goliath, David saw the God. ഗോലിയാത്ത് ദാവീദിനെ ദുഷിക്കുമ്പോൾ When the Goliath was saying, ആ കഥയറിയാമെന്ന് വിശദീകരിച്ച് പറയല്ല. I don't want to go into the details. ദാവീദ് പറയുന്നത്, David is saying, എന്റെ ദൈവത്തിന്റെ നാമത്തിലാണ് ഞാൻ വരുന്നത്. I'm coming to you with my God. എന്റെ ദൈവത്തിന് പ്രവർത്തിക്കാൻ വേണ്ടി ഞാൻ അറിയുന്നു. My God can do things for you. ഇപ്പോഴാണ് വാക്കേണ്ടത് ഒത്തിരി രസമാണ്. Even though it's so interesting to hear the നമ്മൾ word. അവിടെ ചെന്ന് നിന്നാലേ നമുക്കറിയത്തുള്ളൂ. But you will understand only when you stay in that ദാവീദിന്റെ situation. ബന്ധമുണ്ടെങ്കിൽ പിന്നെ പറയാനുണ്ട്. If you have a relationship with David, then you will understand how it ദാവീദിന്റെ is. അപ്പനും അമ്മയും പിന്നെ ഒട്ടും പറയാം. And if you are parents of David, you know how it is. ചേട്ടന്മാരൊക്കെ എടുത്തിട്ടുണ്ട്. The brothers are there with പക്ഷേ him. ദാവീദ് നോക്കിയത് ദൈവത്തെയാണ്. But David looked into the God. ദൈവശക്തിയെ He മനസ്സിലാക്കി. trusted the God's അവൻ power. ദൈവത്തെ സ്തുതിച്ചു. He started അവൻ praising. ഉച്ചത്തിൽ ദൈവത്തെ ബഹുമാനിച്ചു. He praised the God. ആ പ്രസംഗത്തിലൂടെ ദൈവത്തെ ആരാധിക്കാൻ In the midst തുടങ്ങി. of the trouble, he started worshiping വിജയം God. നിശ്ചയമായിട്ട് അവന് കിട്ടി. He got the victory in the ഈ midst. പ്രശ്നത്തിന്റെ ഒക്കെ മധ്യത്തിൽ In the midst of all the trouble, Praise the Lord. Hallelujah. ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചപ്പോൾ, he started to worship God. ഉച്ചത്തിൽ ദൈവത്തെ When ബഹുമാനിച്ചപ്പോൾ, he started to praise God, ദൈവം വേണ്ടി പ്രവർത്തിച്ചു. God worked for him. ഈ എന്റെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുമെന്നല്ല, He's not that he might bring me into the world. പണ്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്നല്ല, He's not saying that he brought me എന്റെ in the last അപ്പച്ചനെ time. കൊണ്ടുവന്നിട്ടുണ്ടെന്നല്ല, He's not saying he's ഈ എന്റെ grandparents. സമൃദ്ധിയിലേക്ക് He's കൊണ്ടുവന്നിരിക്കുന്നു. saying that God, you are bringing me into the world. It's കൊണ്ടുവരുമെന്നുള്ളൊരു പ്രത്യാശയല്ല, not like you might be ഇതിന്റെ representatives കൊണ്ടുവന്നിരിക്കുന്നു. He's brought me into the world. ഈ രാവിലെ നമ്മൾ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്നെങ്കിൽ Today morning when we start worship God, നമ്മൾ ഇരിക്കുന്ന സമൃദ്ധിയുടെ അനുഭവത്തിലാണ്, we are in the presence of God. സമൃദ്ധിയുടെ അവസ്ഥയിൽ We are in the prosperity. നിങ്ങൾ പറയുന്ന ഞെരുക്കം എനിക്കുണ്ട്, You may say that I have ഭാരപ്പെടുത്തുന്ന You വിഷയങ്ങളുണ്ട്, may say that I have some കയ്യും conditions. കാലും ഒക്കെ വേദനിക്കുന്ന You may say that I അവസ്ഥകളുണ്ട്, have a pain in my body. നമ്മുടെ പ്രിയപ്പെട്ടവർ ഭാരപ്പെടുന്ന അവസ്ഥകളുണ്ട്. Our beloveds are in trouble. എന്നാൽ ഇതിന്റെയൊക്കെ മധ്യത്തിൽ In the midst of everything, നമ്മളെ സഹായിക്കുന്ന ദൈവം, there is a God who can പ്രാർത്ഥന save. കേൾക്കുന്ന ദൈവം, One who hears our prayers. വിടുവിക്കുന്ന ദൈവം, One who delivers us. പണ്ടുകാലം നടത്തിയ ദൈവം, ആ ദൈവത്തെ കാണുമ്പോൾ ഒരു സാക്ഷി എനിക്ക് പറയാനുണ്ട്. We can say a testimony that എന്റെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു. He is making me to bring to that world. ആ വിശ്വാസത്താൽ That faith, ദൈവത്തെ ഉച്ചത്തിൽ സ്തുതിക്കപ്പെടാം. when you praise the God, ദൈവം നമുക്ക് വേണ്ടി വിടുതലായി തരും. He is bringing the deliverance for ദൈവം us. നമുക്ക് വേണ്ടി പ്രവൃത്തിയായി He തരും. is sending His action. നാല് പേര് കേൾക്കാനുള്ള ദൈവത്തെ സ്തുതിക്കണം. Not just to in front of ഇത് some people. നല്ല ആരാധനയാണെന്ന് പറയാനല്ല ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നത്. Not just to say that it's a wonderful worship. ഇവർ മലയാളികളാണെന്ന് പറയാനല്ല ഉച്ചത്തിൽ ദൈവത്തെ Not just സ്തുതിക്കുന്നത്. other people say they are from Kerala. എന്റെ ദൈവത്തിന്റെ മഹിമയെ ഓർക്കുമ്പോൾ, To see the God's glory. എന്റെ ദൈവത്തിന്റെ സ്ഥാനത്തെ ഓർക്കുമ്പോൾ, When we see the position of എന്റെ God. ദൈവം രാജാവെന്ന് ഓർക്കുമ്പോൾ, When I remember that the God is a God, എന്റെ King of Kings. ദൈവം കർത്താവാണെന്ന് ഓർക്കുമ്പോൾ, When I remember He is the Lord of Lords. അവന്റെ തുല്യമായ ഒരു നാമമില്ലെന്ന് ഓർക്കുമ്പോൾ, When I remember the name other than His അവൻ name. എനിക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തി വലുതാണെന്ന് When ഓർക്കുമ്പോൾ, I remember how great He is for me. Hallelujah, praise the Lord. എനിക്ക് മൗനമായിരിക്കാം. I can only stand still. എനിക്ക് പതുക്കെ സ്തോത്രം ചെയ്യുവാൻ കഴിയില്ല. എന്റെ സന്തോഷം പതുക്കെയാക്കുവാൻ കഴിയില്ല. ഉച്ചത്തിൽ ദൈവത്തെ I സ്തുതിക്കുവിൻ. start to worship Him. സർവ്വഭൂവാസികളുമായുള്ള ദൈവത്തെ സ്തുതിക്കുവിൻ. All nations praise His name. Inviting everybody. എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു. Inviting everybody. എല്ലാവരെയും That ആഹ്വാനം is ചെയ്യുന്നു. not enclosed in one four walls. ഒരു ചെറിയ നാല് ഭിത്തിക്കുള്ളിലായി Rather than expanding that invitation outside. അവന്റെ ആഹ്വാനത്തെ കൊണ്ട് നമ്മൾ അതിലേക്ക് പോകുകയാണ്. Inviting everybody to praise God. എല്ലാവരെയും അവനെ സ്തുതിപ്പാനായി ആഹ്വാനം You ചെയ്യുന്നു. know why? എന്തുകൊണ്ടെന്ന് You അറിയാമോ? know why? If you are sure that 2 and 2 plus 2 is 4, നിങ്ങൾക്കറിയാം രണ്ട് എന്ന് പറയുന്ന you 4. don't feel to give that answer. നിങ്ങൾക്ക് അതിന്റെ ഉത്തരം പറയേണ്ട But ആവശ്യമില്ല. if you are asked to multiply 116 times 116, you will